എല്ലാ ദിവസവും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചുമന്ന കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലായിട്ടാണ് സൂര്യനെ കാണുന്നത്. അല്ലടാ ആ അതെ അല്ല പിന്നെ അറിയില്ല. ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഇതിലൊരു വെള്ള നിറം, വലിയ ലൈറ്റും ഒന്നുമില്ല, ഒരു ചന്ദ്രൻ നോക്കുന്ന ഒരു ലുക്ക്. എന്താണ് ഇതിൻ്റെ ഒരു ഫിസിക്സ് കെമിസ്ട്രി ഒന്നും നമുക്കറിയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കേട്ടോ നല്ല വെളിച്ചുണ്ട്. കുറച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ വിചാരിച്ച് ഇത് മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത്. ഇപ്പോഴും അതേ ലുക്കാണ്. അവസാനം ഞങ്ങൾ ജിമിനിനോട് ചോദിച്ചു, ജിമിനി എന്ത് പറയുന്നു? ജിമിനി ഓട്ടോ കവറേജ് ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെ കാണാറില്ല. ഇന്ന് കണ്ടു, പലരും കണ്ടു കാണും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇന്നും ശ്രദ്ധിക്കും, കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യൂ ആ കിട്ടല്. ചോദിക്കുന്നുണ്ട് കാഴ്ച. അസ്തമയ സമയത്ത് സൂര്യൻ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് പ്രകാശത്തിന്റെ വിസരണം മൂലമാണ്. സൂര്യൻ ചക്രവാളത്തിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ പ്രകാശം അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് പ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലയും പച്ചയും നിറങ്ങൾ പെട്ടെന്ന് തന്നെ ചിതറിപ്പോകുന്നു. എന്നാൽ തരംഗ ദൈർഘ്യം ചുവപ്പ്, ഓറഞ്ച് തുടങ്ങിയ വർണ്ണങ്ങൾ അന്തരീക്ഷത്തെ തുളച്ചു കയറി നമ്മുടെ കണ്ണുകളിലേക്ക് നേരിട്ടെത്തുന്നു. അതുകൊണ്ടാണ് അസ്തമയ സമയത്ത് ആകാശവും സൂര്യനും അതിമനോഹരമായ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. പക്ഷേ ഇന്ന് വെള്ള നിറത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കും വെള്ള നിറത്തിൽ കാണുന്നത്? എന്തുകൊണ്ടാണ്? അത് അന്തരീക്ഷത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാകും. മേഘങ്ങളോ മൂടൽ മഞ്ഞോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളോ ഈർപ്പമോ കൂടുതലായിരിക്കുമ്പോൾ പ്രകാശത്തിലെ എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചിതറിക്കും. ഞാൻ പറഞ്ഞത് കറക്റ്റ് ഗൈസ്. അന്തരീക്ഷത്തിലെ പൊടിപടല കാരണങ്ങളും പ്രശ്നങ്ങൾ കാരണങ്ങളുമാണ്. ഒന്നുകൂടി പറയോ, എന്ത് വിസരണം എന്നാണ് പറയണേ? അതിനെ ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരെന്താ? അതിനെ ഈ വിസരണം എന്നാണ് പറയുന്നത്. ഈ പ്രതിഭാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഈ വിസരണമാണ് ഇന്ന് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗൈസ്. ഈ വിസരണം നമ്മൾ അജ്മലിനെ അറിയാത്തോണ്ട് ജിമ്മിനെ വിശദീകരിച്ച് കൊടുക്കുന്നു. പ്രകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അന്തരീക്ഷത്തിൽ മേഘങ്ങളോ മൂടൽ മഞ്ഞോ ഉണ്ടാകും. അതിലെ വലിയ ജലത്തുള്ളികൾ സൂര്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളെയും ഒരേപോലെ ചിതറിക്കുന്നു. അങ്ങനെ എല്ലാ നിറങ്ങളും തുല്യമായി ഒന്നിച്ചു ചേരുമ്പോൾ അത് വെള്ള നിറമായി മാറും. നമ്മൾ മേഘങ്ങളെ വെള്ള നിറത്തിൽ കാണുന്നതും അസ്തമയ സമയത്ത് സൂര്യനെ വെള്ള നിറത്തിൽ കണ്ടതും ഇതുകൊണ്ടാണ്. അത് മനസ്സിലായി.